എക്സാമിന് സെൽ ക്ലസ്റ്റേഴ്സ് അഥവാ കോശജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഒരു പോർഷനാണ് നമ്മളുടെ ആനിമൽ ടിഷ്യൂസ് അഥവാ ജന്തുകലകൾ. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ തരുന്ന ഒരു ഭാഗമാണല്ലേ. കുറേ കലകളെ പറ്റി പഠിക്കാണ്ട്, കുറേ ടിഷ്യൂസിനെ പറ്റി പഠിക്കാണ്ട്. അപ്പോൾ നമുക്കത് ഫുൾ കോമഡി ഒക്കെ ആക്കി, തമാശയൊക്കെ ആക്കി ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി കുറച്ച് കോഡ്സും ട്രിക്സും ഒക്കെ വെച്ച് പഠിച്ചാലോ. അപ്പോൾ അതാ ഈ ഒരു വീഡിയോ എൻ്റെ മക്കൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. ഇത് കാണുന്നതോടുകൂടി നമ്മളുടെ ആനിമൽ ടിഷ്യൂസ് നമുക്ക് സെറ്റായി, പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഏറ്റവും ആദ്യം നമുക്കുള്ളത് ഏതാ? ആവരണ കല അഥവാ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ആരാലോചിക്കുക? നമ്മളുടെ കൽക്കി സിനിമയിലെ അമിതാഭ് ബച്ചനെ ആലോചിക്കുക. നമ്മളെ ദീപിക പദുക്കോണിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലേ, ചുറ്റും നിന്ന് ആ അമ്മ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആരുണ്ടായിരുന്നു? നമ്മൾ അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നു അല്ലേ. അതേപോലെയാണ് ആര്? നമ്മളുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. നമ്മളുടെ ബോഡീനെ എന്ത് ചെയ്യും? പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആൾക്കാരാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഇവരെ കാണാൻ പറ്റും? ഒന്ന് നമ്മളുടെ അന്നപഥം അഥവാ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ വാൾ, ഭിത്തിയിൽ കാണാൻ പറ്റും. ആൻഡ് ഇവരെന്തൊക്കെ ചെയ്യും? നമുക്ക് പ്രൊട്ടക്ഷൻ, സംരക്ഷണം തരുന്നുണ്ട്. അബ്സോർപ്ഷൻ, ആഗീരണം, ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻ, സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആര്? നമ്മളുടെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ. കിട്ടിയോ? യെസ്. അപ്പോൾ നമ്മളെ എപ്പിത്തീലിയൽ ടിഷ്യൂ ഏതൊക്കെയാണ് നമുക്ക് ടിഷ്യൂസ് ഉള്ളത് എന്ന് പറഞ്ഞു തരുന്ന ഒരു കോഡ് മിസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ലാസ്റ്റ് ആണ് പറയുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഫംഗ്ഷൻസ് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാമെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള നമ്മളുടെ നാഡീകല അഥവാ നെർവസ് ടിഷ്യൂ. അപ്പൊ നെർവസ് ടിഷ്യൂ ഒന്ന് നമുക്കറിയാം എന്താണ്? എല്ലാ കാര്യങ്ങളും ഒരു കാര്യസ്ഥനെ പോലെ നമ്മളുടെ ബോഡിയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അല്ലെ നിയന്ത്രിക്കുന്ന ആളാണ് ആര്? നമ്മളുടെ ഈ പറയുന്ന നെർവസ് ടിഷ്യൂ അഥവാ നാഡീകല. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്കറിയാം ചേഞ്ചസിനോട് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ അകത്തും പുറത്തും ഉള്ള മാറ്റങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന, പ്രതികരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ഈ നെർവസ് ടിഷ്യൂ അഥവാ നമ്മുടെ നാഡീകല. അപ്പൊ മിസ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല പച്ചപ്പരവതാനി ഞാനും ഫാസിൽ സാറും കൂടി പോയി. ഓക്കെ, അങ്ങനെ ഫാസിൽ സാറും ഞാനും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫാസിൽ സാർ അടിപൊളി വീഡിയോഗ്രാഫറാണ്. അപ്പം മിസ് എന്ത് പറഞ്ഞു? എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു റീൽ എടുത്ത് തരുമോ ഫാസിൽ സാർ എന്ന് ചോദിച്ചപ്പോൾ ആ തങ്കപ്പെട്ട മനസ്സിനുടമയായ നമ്മളുടെ ഫാസിൽ സാർ എന്ത് ചെയ്യാണ്? എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ ഇപ്പോഴത്തെ ട്രെൻഡ് ചെയ്താൽ മറ്റേ കാത്ത് മേലെ കാത്ത് കീഴെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു ഒച്ച കേൾക്കുകയാണ്. എന്താണത്? നമ്മളുടെ ഒരു അടിപൊളി പട്ടി വരികയാണ്. എന്നിട്ട് ഭൗ ഭൗ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കോ? കാത്ത് മേലെ കാത്ത് കീഴെ പറഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? ജീവനും കൊണ്ട് ഓടും. നമ്മൾ കണ്ട വഴി ഓടും അല്ലെ. ക്യാമറയൊക്കെ എവിടെയും പോട്ടെ, നമ്മൾ നല്ല സൂപ്പറായിട്ട് ഓടും. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് അഥവാ നമ്മളെ ചുറ്റുപാടുമുണ്ടായ മാറ്റത്തിനോട് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് വേഗം തന്നെ ഓടി രക്ഷപ്പെടണം അതിനോട് പ്രതികരിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ആരാ? ഈ നെർവസ് ടിഷ്യൂ ആണ് അഥവാ നാഡീകലയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും അത് ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി എനേബിൾസ് ടു റെസ്പോണ്ട് ഐഡന്റിഫൈങ് ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. ഓക്കെ, നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? രണ്ടെണ്ണം സെറ്റ് ആയില്ലേ? ഇനി രണ്ടെണ്ണം കൂടി അല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഓർത്ത് വെക്കാം. ഈസി. പേശികല അഥവാ മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നല്ല ജിമ്മന്മാരെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ജിമ്മന്മാരെ ഓർത്ത് വെക്കുമ്പോൾ ഒന്ന് നമുക്കറിയാം, നമ്മളെക്കാളും ഈസി ആയിട്ടല്ലേ എത്ര വെയിറ്റ് ഉള്ള സാധനം നമ്മളിങ്ങനെ അയ്യോ അമ്മയെന്ന് പറഞ്ഞ് പൊക്കുന്ന സാധനങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പറായിട്ട് എന്താ ഇഷ്യൂ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യും? അവർ നല്ല സൂപ്പറായിട്ട് പൊക്കും അല്ലെ. അപ്പൊ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ചലനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? മസ്കുലാർ ടിഷ്യൂ അഥവാ പേശികല. ഒന്ന് കിട്ടിയോ? ഇനി രണ്ടാമത്തെ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊക്കെ എപ്പോഴെങ്കിലും നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും നമുക്ക് നല്ല ഫുഡ് അടിക്കാൻ തോന്നി ഒരു മാസം നമ്മൾ നല്ലോണം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നല്ലോണം വെയിറ്റ് ഗെയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജിമ്മിൽ പോയിട്ട് ഇത് തിരിച്ച് നമ്മളിങ്ങനെ മസിൽ ബോഡി ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറച്ച് സമയം എടുക്കും. നേരെ മറിച്ച് ഓൾറെഡി ജിമ്മന്മാരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാഴ്ച ഇപ്പോൾ അവരെന്തെങ്കിലും ഫുഡൊക്കെ അടിച്ചാലും അവർക്ക് സുഖമായിട്ട് 2-3 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് അവർക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കുക. അപ്പൊ കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. കിട്ടിയോ? ഒന്ന് കിട്ടിയില്ലേ? രണ്ടാമത്തേത് എനേബിൾസ് മൂവ്മെന്റ് ഓഫ് ദി ബോഡി. ശരീരചലനം സാധ്യമാക്കുന്നു. കഴിഞ്ഞു. ഓക്കെ, 3 ഡൗൺ. ഇനി ഒന്നും കൂടി നമുക്ക് ബാക്കിയുള്ളൂ. അപ്പൊ ലാസ്റ്റത്തെ നമ്മളുടെ കണക്റ്റീവ് ടിഷ്യൂ യോജകകല.
അപ്പോൾ ദാ മിസ് ഓക്കെ ഫാസിൽ സാർ ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബയോളജി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോഴാണ് ശ്രുതി മിസ്സിൻ്റെ ആ ഒരു കടന്നു വരവ് അല്ലേ. അപ്പോൾ ശ്രുതി മിസ് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഫാസിൽ സാറിന് ശ്രുതി മിസ്സിനെ അറിയില്ല, ശ്രുതി മിസ്സിന് ഫാസിൽ സാറിനെ അറിയില്ല. പക്ഷെ നമ്മളൊരു ടീം വർക്കിൽ മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണല്ലോ. അപ്പം നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ഫ്രണ്ട്സ് ആവണം. പക്ഷെ ഫ്രണ്ട്സ് ആവാൻ വേണ്ടി നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇടയിൽ ഒരു കോമൺ ആളുണ്ടാവും അല്ലേ, നമ്മളെ രണ്ടുപേരെയും കൂടി എന്ത് ചെയ്യാൻ, കണക്ട് ചെയ്ത് തരാൻ വേണ്ടി. അതാ ശ്രുതി മിസ്, ഇതാണ് നമ്മളുടെ ഫാസിൽ സാർ, ഫാസിൽ സാർ ഇതാണ് നമ്മളുടെ ശ്രുതി മിസ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവില്ലേ. ആരാത്? യെസ്, നമ്മളുടെ സ്വന്തം വന്നില്ല, യെസ് നമ്മളുടെ സ്വന്തം ഡാനി സാർ. ഓക്കെ, അപ്പൊ ഡാനി സാർ എന്ത് ചെയ്തു, നമ്മളുടെ ശ്രുതി മിസ്സിനോട് പറഞ്ഞു, ഇതാണ് നമ്മളുടെ ബയോളജിയുടെ മുത്തായ കരളായ ചങ്കായ നമ്മളുടെ ഫാസിൽ സാർ. അപ്പൊ ഫാസിൽ സാറിനോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് നമ്മളുടെ ബയോളജിയുടെ സുന്ദരിയും സുമുഖിയും സുശീലയുമായ ശ്രുതി മിസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായി, ഞങ്ങൾ നല്ല കമ്പനിയായി. ഓക്കെ, ഹായ് ഹലോ, അപ്പൊ ഇനി മുന്നോട്ടേക്ക് നമുക്ക് ബയോളജി അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തായി കമ്പനി. ഓക്കെ, അപ്പൊ ഞങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് തന്ന ഒരാളാണ് ആര്, നമ്മളുടെ ഡാൻസർ. അപ്പൊ ഇവിടെ ആരാ കണക്റ്റീവ് ടിഷ്യൂ, നമ്മളുടെ ഡാൻസർ. പാവം നമ്മളെ ഡാൻസർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല താങ്കൾ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജക കല എന്താ ചെയ്യുക, മറ്റ് കലകളെ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് സ്ഥലങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്താണ് നമുക്ക് എന്ത് കാണുക, നമ്മളുടെ ഈ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂവിനെ കാണും. സോ either connect different tissues or act as a support to them. അപ്പോൾ നമുക്കിതിൽ പല ടൈപ്പ് ഉണ്ട്, മലയാളം മിസ് പറയാം കേട്ടോ. അപ്പോൾ ബോൺ ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്, ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട്, ബ്ലഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ബോണും കാർട്ടിലേജും നമുക്കറിയാം. കാർട്ടിലേജ് എന്താ അറിയില്ല, ഇപ്പോൾ ഈ ചെവിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷേപ്പ് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ ബോണ് പോലെ അത്ര കട്ടിയെല്ലാം കൂടെ കുറച്ച് ഫ്ലെക്സിബിൾ ആണ് അല്ലേ. അതാണ് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ബോണും കാർട്ടിലേജും എന്താ, നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, അതേപോലെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ആൻഡ് ഒരു ഡെഫിനറ്റ് ഷേപ്പും കൂടി നമുക്ക് തരുന്നുണ്ട്. ഇനി ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഫൈബ്രസ് ടിഷ്യൂസ്. ഇനി നമ്മളെ ബ്ലഡ് നോക്കുകയാണെങ്കിൽ അതൊരു എന്താണ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പദാർത്ഥ സംവഹനം അഥവാ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ബ്ലഡിൽ ഒരാളുണ്ട് അല്ലേ, WBC വൈറ്റ് ബ്ലഡ് സെൽ അഥവാ നമ്മുടെ ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ഇവരെന്തിനാ ഹെൽപ്പ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നീ പുറത്തു പോകും എന്ന് പറഞ്ഞ് നമ്മുടെ ബാക്ടീരിയനെയും വൈറസിനെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി നമ്മളെ ഇമ്മ്യൂണിറ്റി തരുന്ന അഥവാ രോഗപ്രതിരോധ ശേഷി തരുന്ന ആൾക്കാരാണ് അല്ലേ. ഇതെവിടെയാണ് കാണുന്നത്, ബ്ലഡിലാണ്. അപ്പോൾ ബ്ലഡ് നമുക്ക് എന്തും തരുന്നുണ്ട്, നമുക്ക് നമ്മുടെ ബോഡീനെ ഡിസീസസിനോട് റെസിസ്റ്റൻ്റ് ആക്കുന്നുണ്ട്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം, ഇതാണ് ഇതിന്റെ പല പല ആൾക്കാർ. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയുമാണ് നൽകുന്നത്. നാരുകല നമുക്ക് എന്ത് ചെയ്യും, ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആൾക്കാരാണ്. പദാർത്ഥ സംവഹനം ചെയ്യുന്ന ഒരാളാണ് ആര്, നമ്മളുടെ രക്തം എന്ന് പറയുന്നത്. അതുകൂടാതെ രോഗപ്രതിരോധം തരുന്നുണ്ട്. ഓക്കെ, ഇതോടുകൂടി എന്തായി, നമ്മളുടെ ധർമ്മം അഥവാ ഫങ്ഷൻസ് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഏതൊക്കെ കലകൾ അല്ലെങ്കിൽ ഏതൊക്കെ ടിഷ്യൂസ് ആണുള്ളതെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു കോഡ് പറഞ്ഞില്ലേ. യെസ്, അപ്പം നമ്മുടെ കോഡ് നമുക്ക് നോക്കാം. യെസ്, എവിടെ പോയി, മഞ്ഞ കളർ, യെസ് കിട്ടി. അപ്പം നമുക്കിതാ ഓർത്ത് വെക്കാൻ വേണ്ടി എപ്പോൾ നെർവും മസിലും കണക്റ്റായേ, എപ്പോഴാ കണക്റ്റായേ, നമ്മൾ ആരോടെങ്കിലും ചോദിക്കില്ലേ അതെങ്ങനെയാ അത് കണക്റ്റായേ, അതേപോലെ എപ്പോഴാ നെർവും മസിലും കണക്റ്റായേ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എപ്പോഴാ പറയുമ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, ഇത് നെർവസ് ടിഷ്യൂ, ഇത് മസ്കുലർ ടിഷ്യൂ, കണക്ട് എന്ന് പറയുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂ. കിട്ടിയോ? മലയാളം മീഡിയംകാർ വിഷമിക്കേണ്ട. ഓക്കെ, അപ്പോൾ ദാ നാഡിയും പേശിയും യോജിച്ചപ്പോൾ ആവി വന്നു. ഓക്കെ, പിന്നെ ലോജിക്കൊന്നും മിസ്സിനോട് ചോദിക്കരുത്, നമുക്ക് എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ, ലോജിക്കിനോട് ചോദിക്കരുത്. ഓക്കെ, അപ്പോൾ നാഡിയും പേശിയും യോജിച്ചപ്പോൾ ആവി വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആലോചിക്കാം, നാഡി എന്ന് പറയുമ്പോൾ നാഡീകല, പേശി എന്ന് പറയുമ്പോൾ പേശികല, യോജിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ യോജകകല, ആൻഡ് ആവി എന്ന് പറയുമ്പോൾ ആവരണകല. ഓക്കെ, എല്ലാം സെറ്റ് ആയില്ലേ? അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ പോർഷൻ. ഇതെന്തായാലും മക്കളെ വിത്ത് പിക്ചർ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഉറപ്പായിട്ടും എക്സാമിന് വരും. എന്തായാലും എൻ്റെ കുട്ടികൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ മിസ്സിൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ്സിൻ്റെ സ്വന്തം ഇമോജി എന്ത് ചെയ്യുക, ഒന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് കൂടെ മിസ് ഒരൊറ്റ കുഞ്ഞു ക്വസ്റ്റ്യനും കൂടി തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചധികം ഏത് പഠിച്ചു, എന്താ പറയുക, നമ്മളുടെ
കണക്റ്റീവ് ടിഷ്യൂസ് 4 നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അതിലേതെങ്കിലും ഒന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലേ? അപ്പൊ താങ്ക് യു, ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം.